ഫൗണ്ടേഷനെ കുറിച്ച് നല്ല ഭാഗ്യമല്ലേ എനിക്ക് വൈസ് പ്രസിഡന്റ് നമുക്കെല്ലാം പ്രിയങ്കരനായ രമേശ് പിഷാരടി, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന മറ്റു വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എന്റെ നീതമായ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ചടങ്ങിന്റെ അധ്യക്ഷ, ചടങ്ങിന്റെ ഉദ്ഘാടകൻ, ഏറ്റവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ എ.ഡി. സതീശൻ അവർ, ഏറ്റവും പ്രിയപ്പെട്ട പി.ടി. തോമസ് ഫൗണ്ടേഷന്റെ പ്രതിനിധിയായി എത്തിയിരിക്കുന്ന ശ്രീ എബിൻ ബഹനാൻ, പ്രിയപ്പെട്ട തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി രാധാമണിപ്പിള്ള, ഇന്നിവിടെ ഈ ചടങ്ങിന് ഏറ്റവും പ്രധാനമായിട്ട് എത്തിയിരിക്കുന്ന ഈ ചടങ്ങ് പൂർത്തീകരിക്കുവാനായിട്ട് എല്ലാ രീതിയിലും സഹായിച്ച സിന്തൈറ്റ് ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോൺ ജോഷി അവർ, പ്രിയപ്പെട്ട സിനിമാ താരം രമേശ് പിഷാരടി, ഇവിടെ ഉടനെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരിക്കുന്ന ശ്രീ ഫഹദ് ഫാസിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കൗൺസിലേഴ്സ്, പ്രിയപ്പെട്ട നാട്ടുകാർ, പ്രിയപ്പെട്ട ഈ ചടങ്ങിന് മാറ്റുകൂട്ടുവാനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ച പി.ടി. തോമസിനെ നെഞ്ചിലേറ്റിയ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് പി.ടി. തോമസ് ഫൗണ്ടേഷന്റെ പേരിൽ ഇത്തരം ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് മനസ്സ് നിറച്ച് സഹായിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്തരം സംരംഭങ്ങൾ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും പ്രവർത്തനവും കൊണ്ട് മാത്രമാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. ഏറ്റവും ബഹുമാനിയായ അധ്യക്ഷ ശ്രീമതി ഉമാ തോമസ് എം.എൽ.എ, ഇവിടെ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ രമേശ് പിഷാരടി, സിന്തൈറ്റിനെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള ഇതിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോൺ ജോഷി, ബഹുമാനിയായ ചെയർപേഴ്സൺ ശ്രീമതി രാധാമണിപിള്ള, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനിയായ സ്നേഹിതരെ, സഹോദരങ്ങൾ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ട് കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ നൽകുന്ന ഒരു ചടങ്ങാണ്. നമുക്കെല്ലാം പ്രിയങ്കരനായ പി.ടി. തോമസിന്റെ നാമധേയത്തിൽ ഫൗണ്ടേഷനാണ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ ഈ ഫൗണ്ടേഷന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഈ ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങ് നടത്തുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ ഈ വലിയ ഭൂമിയിൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത എത്ര ലക്ഷം ആളുകളാണ്. നമ്മൾ പണ്ട് പറയും 6 അടി മണ്ണെന്ന് പറയും. 6 അടി മണ്ണ് കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ്. സ്വന്തമായി അതുപോലും ഇല്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള നാടാണ് നമ്മുടെ ഈ കേരളത്തിൽ. രണ്ട്, ഇനി വീടുണ്ടായിട്ട് അല്ല സ്ഥലമുണ്ടായിട്ട് അതിൽ 4 ചുവരുകളും മേൽക്കൂരയുമുള്ള ഒരു അഭയകേന്ദ്രം ഉണ്ടാക്കി കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ചേർത്ത് പിടിച്ച് താമസിക്കാൻ കഴിയാത്ത ഭവനരഹിതരായ ആളുകളുടെ എണ്ണം എത്രയാണ്? പ്രായപൂർത്തിയായ മകൻ വിവാഹം കഴിച്ചയപ്പിക്കാൻ പാടുപെടുന്ന മാതാപിതാക്കളുടെ സങ്കടം എത്രയാണ്? ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് പതിയെ പതിയെ ശരിയായി വരുമ്പോഴായിരിക്കും ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയെ പോലെ മാരകമായ രോഗം ആ കുടുംബത്തിലേക്ക് വരും. ഇന്നത്തെ കാലത്ത് രോഗം വന്നാലുള്ള സ്ഥിതി എന്താണ്?
ഈ തലമുറ മാത്രമല്ല, അടുത്ത 2-3 തലമുറയെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ചെലവാണ്. ഞങ്ങളെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ രാവിലെ മുതൽ നമ്മുടെ പ്രധാനപ്പെട്ട ജോലി കേരളത്തിലെ മുഴുവൻ ആശുപത്രികളിൽ വിളിച്ച് ബില്ല് കുറയ്ക്കുക എന്നതാണ്. ഞാൻ ഇന്നലെ മാത്രം 7 ആശുപത്രികളാണ് വിളിച്ചത്. ഇന്നലെ മാത്രം 7 ലക്ഷക്കണക്കിന് രൂപയാണ് ആശുപത്രികളിലെ ബില്ലുകൾ വരുന്നത്. വീട് പണയപ്പെടുത്തിയാലും വീട് വിറ്റാലും പോലും തീരാത്തത്ര തുകയാണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് മാറിയിരുന്നിട്ട് പറയാനൊക്കെ ആ വീട്ടിലെ കാര്യങ്ങളാണ്. പക്ഷെ പൊതുപ്രവർത്തകരായ നമുക്കത് പറയാൻ പറ്റില്ല. പൊതുപ്രവർത്തകരായ നമുക്ക് അത് അവരുടെ വീട്ടിലെ കാര്യമല്ല, അത് നാടിന്റെ കാര്യമാണ്, നമ്മുടെ കാര്യമാണ്. അപ്പോൾ നല്ല സന്മനസ്സുള്ള ആളുകളെ കണ്ടെത്തി അവരെ കൊണ്ട് ഈ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പറയാറുണ്ട്, എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം? സാമൂഹ്യ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും എല്ലാം, രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം ഒന്ന് തന്നെയാണ്. മനുഷ്യന്റെ സങ്കടങ്ങൾ മാറ്റാൻ, അവന്റെ കണ്ണീര് തുറയ്ക്കാൻ, അവന്റെ വിഷമങ്ങൾ മാറ്റാൻ, അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ യത്നത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഗംഭീരമാക്കാൻ സഹായിച്ച ചിന്തായിരോടും ഉള്ള പ്രത്യേകമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. പ്രിയങ്കരനായ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നമ്മുടെ അതിഥി കൂടിയായ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടതാരം ശ്രീ ഫഹദ് കൂടി ഈ വേദിയിലേക്ക് കടന്നു ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. താക്കോൽ ദാനമാണ്. വീടിന്റെ താക്കോല് ഏറ്റുവാങ്ങുവാനായി ലൈല ലത്തീഫിനെയും സലാമിനെയും ക്ഷണിക്കുകയാണ്. ഫോൺ താഴ്ത്തിയേട്ടാ, ആ ഫോണ് താഴ്ത്തിയേ. പ്രതിപക്ഷ നേതാവിന് പിടി തോമസ് ഫൗണ്ടേഷന്റെ ഉപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട MLA ക്ഷണിക്കുന്നു. അടുത്തായി സിന്ധത്തിന്റെ ശ്രീ ജോൺ ജോഷി അവർക്ക് ഉപഹാരം നൽകുന്നതിനായി അടുത്തായി പ്രിയങ്കരനായ ഫഹദ് ഫാസിൽ അവർ ശ്രീ രമേശ് പിഷാരടിക്ക് പ്രിയമുള്ള MLA ഈ വീടിന്റെ കോൺട്രാക്ടറായി പ്രവർത്തിച്ച ശ്രീ ആന്റണി ജേക്കബ് അദ്ദേഹത്തിന്റെ ഭാര്യ ജിനു ഇവിടെ എത്തിയിട്ടുണ്ട്. ജിനുവിനെ ക്ഷണിക്കുന്നു. ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കഷ്ടപ്പെട്ട് പറഞ്ഞാൽ മതി. തീർന്നില്ല.
ശ്രീ മൻസൂർ, ബൂത്ത് പ്രസിഡന്റ് ശ്രീ പൂക്കുഞ്ഞ്, ശ്രീ KE അലി, KE അലി, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട MLA അമ്മ ചേച്ചി, സുഹൃത്തും സഹപ്രവർത്തകരുമായിട്ടുള്ള ഫഹദ്, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സിൻഡേറ്റിന്റെ പ്രതിനിധികൾ, ആശംസകൾ നേരുന്നു. ഈ വീട് ഇന്ന് ലഭിച്ച അതൊരു സഹായമായി കണക്കാക്കേണ്ടതില്ല, അതൊരു സമ്മാനമായി സ്വീകരിക്കേണ്ടതാണ് എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ഇവിടെ ഇപ്പം ഒരു വീടും അതിൻ്റെ പ്രസക്തിയും എല്ലാം പലതവണ പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടേതുപോലെയുള്ള മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെ സർക്കാരുകൾക്ക് വലിയ പരിധികളും പരിമിതികളും പരാധീനതകളും ഒക്കെ ഉണ്ട്. പലപ്പോഴും പല ആവശ്യങ്ങളും നടക്കപ്പെടുന്നത് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം, അവരുടെ ഒരു ഒത്തൊരുമയും പരസ്പര സഹായങ്ങളും ഒക്കെ കൊണ്ട് ആണ് പല കാര്യങ്ങളും നടന്നു പോകുന്നത്. നെറ്റിലൊക്കെ നമ്മൾ പലപ്പോഴും ആരെങ്കിലും ഒരാൾക്ക് ഒരു സഹായം ആവശ്യമായ ഒരു വാർത്ത കണ്ടാൽ അതിന്റെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വ്യവസായികളുടെ പേര്, സിനിമാ നടന്മാരുടെ പേര് കേട്ടിട്ട് നാട്ടുകാർ പറയും അവരോട് ചോദിച്ചിരുന്നെങ്കിൽ ഇത് നടന്നേനെയാണ്. കാരണം അവിടെ പോലും ആളുകൾ ആശ്രയിക്കുന്നത് വ്യക്തികളെയാണ്, പരസ്പര സഹായത്തെയാണ്. അങ്ങനെ ഇന്നൊരു വലിയ കാര്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ഒരു വരി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വലിയ കാര്യത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു. സമയം എല്ലാവരുടെയും ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. അതങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളുടെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ. സെന്ററിലേക്ക് എന്നോളെ നസ്രിയയ്ക്ക് വേണ്ടി ഒരു നല്ല കയ്യടി കൊടുത്ത എല്ലാവരും. ഈ പരിപാടിക്ക് ചെറിയ ആശംസ ശ്രീ റാഷിദ് ഉള്ളംപള്ളി. നന്ദി രേഖപ്പെടുത്തുന്ന നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിശിഷ്ടാതിഥികള് നാട് മുറിക്ക് പോകാനായിട്ട് ആ വീടിനെ അങ്ങോട്ട് പോവാണ്. എല്ലാവരും അതിനുള്ളൊരു സൗകര്യം വിശിഷ്ടാതിഥികൾക്ക് കടന്നു പോകാൻ.